കുങ്കുമപങ്കസമാഭ എന്നും സകുങ്കുമ വിലേപന എന്നുമൊക്കെയുള്ളതായിരിക്കുന്ന ത്രിപുരസുന്ദരി ധ്യാനങ്ങൾ പലതും ഉണ്ടെങ്കിൽ കൂടി ബാലാർക്കായുധ തേജസാം ത്രിനയനാം എന്ന് തുടങ്ങുന്ന ധ്യാന ശ്ലോകമാണ് ഭൂരിഭാഗം പേരും ജപിച്ച് കണ്ടിരിക്കുന്നത്. അനേകായിരം ബാലാദിത്യന്മാരുടെ പ്രഭയുള്ളവളും ത്രിനേത്രയും ചുവന്ന പട്ടുടുത്ത് പലവിധം അലങ്കാരങ്ങളെ കൊണ്ട് ശോഭിക്കുന്ന ശരീരമുള്ളവളും ശിരസിൽ ചന്ദ്രക്കല അണിഞ്ഞവളും കൈകളിൽ കരിമ്പുവില്ല്, അങ്കുശം, പൂവമ്പ്, കയറ് എന്നിവ ധരിച്ചവളും ത്രിലോകത്തിലും ആശ്രയമായവളുമായിരിക്കുന്ന ശ്രീചക്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ത്രിപുരസുന്ദരി ദേവിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ടാണ് മാന്ത്രികർ ത്രിപുരസുന്ദരി ഹോമം നടത്തുക. ഹോമകർമ്മങ്ങൾ യഥാവിധി നടത്തുവാൻ കഴിവുള്ള ഉത്തമന്മാരായിരിക്കുന്ന മന്ത്രസിദ്ധിയുള്ള കർമ്മികളെ കൊണ്ടുവേണം ത്രിപുരസുന്ദരി ഹോമം നടത്തിക്കുവാൻ. ആകർഷണസിദ്ധിക്കായി മാത്രമല്ല ത്രിപുരസുന്ദരി ഹോമം നടത്തുക. സാധകാഭീഷ്ടസിദ്ധിത എന്നുള്ളതായിരിക്കുന്ന പ്രമാണപ്രകാരം സാധകൻ്റെ ഏത് ആവശ്യത്തിനും ത്രിപുരസുന്ദരി ഹോമം വിധിപ്രകാരം നടത്തിയാൽ ഫലം കാണുവാൻ കഴിയുന്നതാണ്. ഏത് കാര്യസിദ്ധിക്ക് വേണ്ടിയാണോ ഈ ഹോമം നടത്തുന്നത് അതിന് വിധിക്കപ്പെട്ട രീതിയിലുള്ളതായിരിക്കുന്ന ആസനവും ജപരീതിയുമെല്ലാം തന്നെ മാന്ത്രികൻ പിന്തുടരേണ്ടതാണ്. കൂടാതെ ഈ മന്ത്രം ജപിച്ചുകൊണ്ട് ഹോമിക്കുന്ന സമയത്ത് ഹോമകുണ്ഡത്തിൽ അർപ്പിക്കുന്ന ദ്രവ്യങ്ങൾക്കും വലുതായ പ്രാധാന്യമുണ്ട്. ഓരോ ദ്രവ്യങ്ങൾക്കും വ്യത്യസ്തമായിരിക്കുന്ന ഫലങ്ങളും പറയപ്പെട്ടിട്ടുണ്ട്. വിധിപ്രകാരം നടത്തുന്ന ത്രിപുരസുന്ദരി ഹോമത്തിൻ്റെ ഫലം വളരെയധികം മഹത്തരമാണ്. നവലക്ഷ ജപേനാസ്യ രുദ്രരൂപവും നരോഭവിത് എന്നാണ് പറയുക. ത്രിപുരസുന്ദരി മന്ത്രം 9 ലക്ഷം പ്രാവശ്യം ജപിച്ച വ്യക്തി മഹാദേവനായിരിക്കുന്ന പരമശിവനോടുകൂടി തുല്യനായി തീരുമെന്നാണ് സങ്കല്പം. മുല്ലപ്പൂവ് കൊണ്ടോ പിച്ചകപ്പൂവ് കൊണ്ടോ ഹോമിക്കുകയാണെങ്കിൽ ബ്രഹ്മാവിനോടുകൂടി സമനായി തീരുമത്രേ. മന്ത്രം ജപിച്ചുകൊണ്ട് തേനാണ് ഹോമിക്കുന്നത് എങ്കിൽ സകലവിധ ഉപദ്രവങ്ങളും ശമിക്കുമെന്ന് മധുനോപദ്രവക്ഷയ എന്നുള്ളതായിരിക്കുന്ന വചനപ്രകാരം സിദ്ധിക്കുന്നുണ്ട്. ചമ്പകൈ പാടലൈർ വിശ്വം വശമാനയതയാജിരാത് എന്നുള്ളതായിരിക്കുന്ന പ്രമാണപ്രകാരം ചമ്പകപ്പൂവോ പാതിരിപ്പൂവോ ആണ് ഹോമിക്കുന്നത് എങ്കിൽ വിശ്വം മുഴുവൻ അധീനമാകും. അജിരേണ എന്ന് വെച്ചാൽ അധികം വൈകാതെ അധീനമാകും എന്നും കാണുന്നു. മലരാണ് ഹോമിക്കുന്നതെങ്കിൽ രാജ്യം അഥവാ അധികാരം ലഭിക്കുമെന്നതിന് ലാജഹോമോ രാജ്യദായി എന്നുള്ളതായിരിക്കുന്ന പ്രമാണം സാധൂകരിക്കുന്നു.